നടി ഗൗരിക്കെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ RS കാർത്തിക് തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും ബോഡി ഷെയിം നടത്തിയിട്ടില്ലെന്നും യൂട്യൂബർ വീഡിയോയിലൂടെ വ്യക്തമാക്കി. വിനിത വിജി വിവരങ്ങളുമായി ചേർന്നു. വിനിത, പിന്നെ നായകനോട് നായികയുടെ വെയിറ്റ് ചോദിച്ചത് എന്താണെന്നാണ് യൂട്യൂബർ പറയുന്നത്? ആദ്യഘട്ടത്തിൽ ചില വിശദീകരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ ചോദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിരുന്നു അതെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ യൂട്യൂബർ കാർത്തിക്കിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം തന്നെ താൻ ചെയ്തത് മോശമായി പോയിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കണം എന്ന തരത്തിലേക്കൊരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അത് ഖേദപ്രകടനത്തിലും അദ്ദേഹം തന്റെ ചില ന്യായീകരണങ്ങൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. താൻ ബോഡി ഷെയ്മിംഗ് അല്ല നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഈ യൂട്യൂബറിന്റെ വിശദീകരണം. എല്ലാവരും നടിക്ക് പിന്തുണ നൽകുന്നുണ്ട്. തന്റെ ചോദ്യം നടിയെ വേദനിപ്പിച്ചുവെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ വീഡിയോയിൽ യൂട്യൂബർ വ്യക്തമാക്കുന്നത്. എന്തായാലും സിനിമ ഇന്റർവ്യൂ വിനിത നേരത്തെ തന്നെ ഇതിനു മുമ്പ്, അതായത് ഒരു വിവാദമായപ്പോൾ ഇത്തരത്തിലല്ല ഈ യൂട്യൂബർ പ്രതികരിച്ചിരുന്നത്. തനിക്കൊരു ഖേദവും പ്രകടിപ്പിക്കാനില്ല, താൻ പറഞ്ഞതിൽ തെറ്റില്ല, ഒരു നായകനെ എടുത്തെങ്കിൽ നായികയോടും ഇതേ ചോദ്യം ചോദിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അതായത് മനസ്സറിഞ്ഞുള്ള മാപ്പപേക്ഷയല്ല, അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം എതിരായപ്പോൾ ഒരു തടിയൂരലാണ്, അങ്ങനെയല്ല വിലയിരുത്തേണ്ടത്? ആദ്യഘട്ടത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊമോഷന്റെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. അതിന് പിന്നാലെ ഈ ഗൗരി കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ, അവർ വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ബോഡി ഷെയ്മിംഗ് ആണ് എന്ന് അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നടിയോടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതെന്നും പകരം ഒരു നടനോടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലേക്ക് ചോദിക്കുമായിരുന്നു എന്നും ഒക്കെ അവർ ആ നിലപാടിനെ, ആ യൂട്യൂബറിന്റെ ചോദ്യത്തിനെ അവർ കൃത്യമായി തന്നെ അതിൽ ഇടപെടുകയും പരാമർശിക്കുകയും വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി അതേ ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ യൂട്യൂബർ തിരിച്ച് ചോദിക്കുന്നത്, നിങ്ങളോട് പിന്നെ ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? ട്രംപിനെ പറ്റിയോ മോദിയെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റാലിനെ പറ്റിയോ ഒക്കെയാണോ നിങ്ങളോട് ഞാൻ ചോദിക്കേണ്ടതെന്ന തരത്തിൽ വളരെ വോയിസ് റൈസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ആ യൂട്യൂബർ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടിയും നൽകുന്നുണ്ട്. നിങ്ങൾ മാപ്പ് പറയണമെന്നൊക്കെ ആ യൂട്യൂബർ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞതൊട്ടും ശരിയായില്ല എന്നൊക്കെ ആ യൂട്യൂബർ പറയുകയും ആ വാർത്താ സമ്മേളനത്തിനെത്തിയ മറ്റു ചിലരൊക്കെ ആ യൂട്യൂബറിനെ പിന്തുണയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയും യൂട്യൂബർ കാർത്തിക്കിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നു. അതിലും തന്റെ നിലപാട് അദ്ദേഹം അതേപടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഞാൻ എന്തിന് മാപ്പ് പറയണം, ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്, തനിക്ക് 38 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ടെന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് ആ യൂട്യൂബർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒടുവിൽ ആ തെറ്റ്, അതായത് അദ്ദേഹം പറയുന്നത് ആ ന്യായീകരണത്തിലും മാപ്പപേക്ഷയിലും ന്യായീകരണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന രീതിയിലാണ് ആ ചോദ്യം ചോദിച്ചത്. അതിലേതെങ്കിലും രീതിയിൽ അവർക്ക് വേദന ഉണ്ടായി എങ്കിൽ ഞാൻ ഇതാ ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രതികരണം കൂടി വരുന്നുണ്ട്. ആ പ്രതികരണത്തിൽ அவங்க மனசு அவங்களுக்கு பாதிக்கப்பட்டிருந்தா, ஏன்னா அவங்க ஒருத்தரை தாக்கணுங்கிறது என் எண்ணம் இல்லை அப்படின்னு இன்னைக்கு ட்விட் போட்டிருக்காங்க. எனக்கும் அவங்க மனசை நோக்கடிக்கணுங்கிறது எண்ணம் இல்லை. இந்த நிகழ்வால ஏதாவது அவங்களுக்கு மன வருத்தம் ஏற்பட்டிருந்தா, மன காயம் ஏற்பட்டிருந்தா, இது எல்லோருமே அவங்களுக்கு ஆதரவா இருக்கிறாங்க. அப்படிங்கிறப்போ நாமும் நம்ம நிலையிலேருந்து இறங்கி வரணும் அப்படின்ட்டு நான் இந்த நிகழ்வுக்கு வருத்தம் தெரிவிச்சுக்கிறேன். எந்த உள்நோக்கமும் இல்லை. இந்த நிகழ்வுக்கு நான் வருத்தம் தெரிவிச்சுக்கிறேன். நன்றி, வணக்கம். എന്തായാലും സിനിമാ പ്രൊമോഷൻ ഇന്റർവ്യൂക്ക് വന്നാൽ ട്രംപിനെ കുറിച്ചും സ്റ്റാലിനെ കുറിച്ചും ഒന്നും ചോദിക്കേണ്ട, മിനിമം സിനിമയെ കുറിച്ചെങ്കിലും ചോദിക്കണം. അതാണ് മാന്യത, മര്യാദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.